ഈ മൈക്രോ എക്സ്പ്രഷൻ ഒക്കെ ഉള്ളതാണോ? മൈക്രോ എക്സ്പ്രഷൻ നോക്കി കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? മൈക്രോ എക്സ്പ്രഷൻ വെച്ച് മൈൻഡ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ പഠിച്ചിട്ട് ഡെയിലി ലൈഫിൽ എന്താ ഗുണം? എന്താണ് ഈ മൈക്രോ എക്സ്പ്രഷൻ? ഹായ്, ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സന്ദീപ് ഫ്രാഡിൻ ഹിയർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ മൈക്രോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ബേസിക് ഒക്കെ അറിയാം. കാരണം ട്രൂത്ത് ഓർ ലൈ അല്ലെങ്കിൽ ലൈ ടു മീ, ഡിഡക്ഷൻ, പോളക്മാൻ്റെ സ്റ്റഡീസ്, ഇങ്ങനത്തെ ഒരുപാട് പഠനങ്ങളും അല്ലെങ്കിൽ വെബ് സീരീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം ആൾക്കാർക്ക് ഈ മൈക്രോ എക്സ്പ്രഷൻസിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു ബേസ് അറിയാം. സോ എന്താണ് ഈ മൈക്രോ എക്സ്പ്രഷൻ എന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് വിത്ത് എക്സാമ്പിളോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഈ കയ്യിലോട്ട് നോക്കാം. ഇനി തൊട്ട് കഴിയ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ കാണും. എല്ലാവരുടെ ബെല്ലൈക്കണും ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവും. പുതിയ വീഡിയോസ് ഒക്കെ വരും. ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇടുകയുള്ളൂ. വലിയ ബോർ അടിപ്പിക്കത്തൊന്നുമില്ല. എന്താണ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ മൈക്രോ എക്സ്പ്രഷൻ എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മുടെ എല്ലാവരുടെ ഫേസിൽ സ്കിന്നിൻ്റെ താഴെയായിട്ട് 43 മസിൽസുകളുണ്ട്. നമ്മുടെ ഇമോഷൻ സെൻറ്റർ ഓഫ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന അമിഗ്ഡല നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേനും ഈ മസിൽസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മൂവ്മെൻറ്റ്, മോഷനൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഫേസിൽ ഓരോരോ എക്സ്പ്രഷൻസ് ഒക്കെ അപ്പിയർ ആവാൻ തുടങ്ങും. ചില എക്സ്പ്രഷൻസ് ഒക്കെ 1 സെക്കൻഡിനെക്കാട്ടിലും കൂടുതൽ നിൽക്കും. ചില എക്സ്പ്രഷൻസ് ഒക്കെ ടക്ക് ടക്ക് മിന്നിമാഞ്ഞു പോകും. ചിലപ്പം 1 സെക്കൻഡിൻ്റെ പകുതി അല്ലെങ്കിൽ 1/25 ഓഫ് എ സെക്കൻഡ് ആയിട്ടൊക്കെ പെട്ടെന്ന് വരും. ഈ പെട്ടെന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ നേക്കട കൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഈ എക്സ്പ്രഷൻസിനെയാണ് മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മൈക്രോ എക്സ്പ്രഷൻ കാണണമെങ്കിൽ നമ്മുടെ ട്രൂത്ത് ഓർ ലൈ സീരീസിലൊക്കെ പറഞ്ഞ പോലെ വീഡിയോ എടുത്ത് പ്ലേ ബാക്ക് ചെയ്യുമ്പോഴത്തേനും വളരെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേനും ചിലപ്പോൾ മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഒരാളെ നോക്കുമ്പോൾ ഇതോ ഒരു മൈക്രോ എക്സ്പ്രഷൻ, അല്ലെ ഇവിടെ മൈക്രോ എക്സ്പ്രഷൻ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഈ മൈക്രോ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും ഒക്കെ അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നോക്കുന്നത് മറ്റൊരാളായിട്ട് എങ്ങനെ സംസാരിക്കാം, മറ്റൊരാളായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യാം. എൻ്റെ വീഡിയോയിൽ പോലും ഈ ബോഡി ലാംഗ്വേജ്, മൈക്രോ എക്സ്പ്രഷൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രം: ഒരാളുമായിട്ട് എങ്ങനെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഹസ്ബൻഡിൻ്റെ വൈഫുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മോൻ അമ്മയായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ലവറിന് മറ്റൊരു ലവറിനുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാരണം ഈ കമ്മ്യൂണിക്കേഷൻസിൽ 7% മാത്രമാണ് വെർബലായിട്ട് വരുന്നത്, നമ്മുടെ സംസാരം വരുന്നത്. ബാക്കിയുള്ള 38% എന്ന് പറയുന്നത് വോയിസ് അല്ലെങ്കിൽ ടോണ്, മോഡുലേഷൻ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്ന 55, ഏറ്റവും കൂടുതൽ വരുന്ന 55% എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സംസാരം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ നോട്ടം, ഈ 55% നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം പറയാതെ തന്നെ അദ്ദേഹത്തിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്താണ്, അദ്ദേഹം ഇപ്പം നല്ല മൂഡിലാണോ പന്ന മൂഡിലാണോ, അദ്ദേഹത്തിനോട് ഈ കാര്യം ചോദിക്കാമോ പറയാമോ, ഈ കാര്യങ്ങളെല്ലാം ഈ 55% മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ബോഡി ലാംഗ്വേജും ഒക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ് എങ്കിലും പഠിച്ചിരിക്കേണ്ടത് കപ്പിൾസിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലാണ് എന്നാണ് കറൻ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഇവർ പിരിഞ്ഞു പോകുന്നത്. ഇവരുടെ ഇടയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. ഹസ്ബൻഡ് പറയുന്നത് വൈഫിന് മനസ്സിലാവത്തില്ല, വൈഫ് പറയുന്നത് ഹസ്ബൻഡിന് മനസ്സിലാവത്തില്ല. സോ ഇതൊക്കെ പറയാനായിട്ട് ഞാൻ വലിയ കൗൺസിലറോ മോട്ടിവേറ്ററോ ഒന്നുമല്ല. ബട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു. കാരണം ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ പറയാതെ തന്നെ അവരുടെ പ്രശ്നം ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ തീരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു നോ പറയുമ്പോഴത്തേനും വൈഫിന് ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറയാണ്, ഓക്കെ ഇന്നത്തെ പാർട്ടിക്ക് നീ വരണ്ട. അപ്പം അവരുടെ മുഖത്തൊരു അയ്യോ അല്ല ഓക്കെ ഒരു സന്തോഷമാണോ അല്ലെങ്കിൽ വിഷമമാണോ, ഇതൊക്കെ നമുക്ക് കുറച്ച് നേരം അവരെ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. അപ്പം അവർക്കും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും അവരുടെ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഈ കള്ളം പറയുന്നത് മാത്രം കണ്ടുപിടിച്ച് ഇതിൻ്റെ അകത്തുള്ള നല്ല കണ്ടന്റിനെ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫാമിലി ലൈഫൊക്കെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ടിപ്സുകൾ ഞാനും ഈ വീഡിയോസിൽ, ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ ഞാനും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 23ഓളം വരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് വരുന്ന മൈക്രോ എക്സ്പ്രഷൻസും ഒക്കെ നമുക്കുണ്ട്. ബട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യേണ്ട ഒരു 6ഓളം കോമൺ ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്, ലൈവ് ഉണ്ട്, അതിൻ്റെ എല്ലാ പിക്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ എക്സ്പ്രഷൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം.
ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണിത്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നത്, നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന എക്സ്പ്രഷനാണ്. ഇത് ഏതാണെന്നൊക്കെ മനസ്സിലാക്കണം. ദിസ് ഇസ് കോൾഡ് ഹാപ്പിനെസ്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനും കൂടിയാണ് ഹാപ്പി ഫേസ്. നമുക്കൊരാളെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും നമുക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ് ഹാപ്പിനെസ്. സോ ഈ ഹാപ്പിനെസ്സിൽ യൂണിവേഴ്സലി ഒരാൾ ഹാപ്പി ആവണമെങ്കിൽ അല്ലെങ്കിൽ ഹാപ്പി ഫേസിൽ കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോസിൽ നോക്കാം. ഹാപ്പിനെസ്സിൽ ഇരിക്കുന്ന ഒരാളുടെ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐസ് വളരെ നാരോ, വളരെ ചെറുതാവുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിളിന്റെ ഭാഗം, ചീക്സ് മസിൽസ് ഒക്കെ കുറച്ച് മുകളിലോട്ട് പൊങ്ങിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. കണ്ണിന് തൊട്ട് മുകളിലായിട്ട് ചെറിയ ചുളിവുകളും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മൗത്തിന്റെ സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് എഡ്ജും കുറച്ച് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നതും കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് യൂണിവേഴ്സലി ഒരു ഹാപ്പിനെസ് ഫേസ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ മൗത്തിൽ ചെറിയൊരു സ്മൈലും കാണാൻ പറ്റും. ഈ സ്മൈല് തന്നെ നമുക്ക് ഫേക്ക് സ്മൈലും ഉണ്ട്, ട്രൂ സ്മൈലും ഉണ്ട്. അതൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് നോക്കാം. നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന് ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക, ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. ഹാപ്പിനെസ് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മറ്റൊരു എക്സ്പ്രഷനാണിത്, ഫിയർ. പേടി, ഭയം, ആശങ്ക. സോ പേടിച്ചിരിക്കുന്ന ഒരാളുടെ ഫേസിൽ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മൂവ്മെന്റുകളാണ് അവിടെ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലിപ്സിന്റെ രണ്ട് സൈഡുകളും അദ്ദേഹത്തിന്റെ ചെവിയുടെ ഭാഗത്തേക്ക് സ്ട്രെച്ച് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴ്ത്താടി താഴേക്ക് പോകുന്നതും കാണാൻ സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് വാ പൊളിക്കുന്ന ഒരു അവസ്ഥ. അദ്ദേഹത്തിന്റെ ഐബ്രോസ്, പുരിയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എഡ്ജുകൾ രണ്ടും മുകളിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നതും കാണാൻ സാധിക്കും. കൺപീലിക്കും പുരിയത്തിനും ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കാണാൻ സാധിക്കും. കൺപീല് നോക്കിക്കഴിഞ്ഞാൽ വളരെ ടെൻസ്ഡ് ആയിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഫേസിൽ ബ്ലാഞ്ചസ്, വിടറി വെളുക്കുക എന്നൊക്കെ പറയില്ലേ, ഇത് ഇത്രയാണ് ഫിയറിന്റെ അല്ലെങ്കിൽ പേടിയുടെ എക്സ്പ്രഷൻസിൽ ഒരാളുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഡെയിലി കാണുന്ന മറ്റൊരു എക്സ്പ്രഷനാണിത്, ആങ്കർ, ദേഷ്യം. ദേഷ്യം വരുന്ന ഒരാളുടെ മുഖത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മുഖത്ത് ദേഷ്യമുള്ള ഒരാളുടെ ഐബ്രോസ്, പുരിയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അടുത്തേക്ക് താഴേക്ക് വന്ന് അത് ഏകദേശം കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഐലിഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ടെൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അദ്ദേഹത്തിന്റെ കണ്ണുകൾ രണ്ടും ചെറുതാകാൻ തുടങ്ങും. കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങാനും തുടങ്ങും. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വളരെ ടൈറ്റായി കൂട്ടിമുട്ടാൻ തുടങ്ങും. അദ്ദേഹത്തിന്റെ ലിപ്സിന്റെ എഡ്ജുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും സ്ട്രെച്ച് ആകാനും തുടങ്ങും. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ കളർ മാറി ചെറുതായിട്ട് ചുമക്കാനും തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് ദേഷ്യം വരുന്ന ഒരാളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത പ്രാവശ്യം നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സോ ബോസോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ ദേഷ്യപ്പെടുമ്പോഴത്തേനും ഇത്രയും കാര്യങ്ങൾ അവരുടെ മുഖത്ത് വരുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ് ഈ ഒരു എക്സ്പ്രഷൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ പേരാണ് കണ്ടംപ്റ്റ് അഥവാ അവജ്ഞ, പുച്ഛം. ഇതൊരു യൂണിലാറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസിമെട്രിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഒരുവിധമുള്ള എക്സ്പ്രഷൻസ് എല്ലാം സിമെട്രിക് ആയിരിക്കും. അതായത് മുഖത്തിന്റെ നടുക്കുന്ന് മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും തുല്യമായിട്ട് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ബട്ട് ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം വരുന്ന ഒരാളുടെ മുഖത്ത് അദ്ദേഹത്തിന്റെ ലിപ്സിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിപ്സ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ചെറുതായിട്ട് കോണി കുറച്ച് മുകളിലേക്ക് സ്ട്രെച്ച് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കണ്ടംപ്റ്റ് അല്ലെങ്കിൽ പുച്ഛഭാവമുള്ള ഒരാളുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ദേഷ്യമാണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ ദേഷ്യമല്ലത്, അതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഡിസ്ഗസ്റ്റ് അഥവാ വിദ്വേഷം, വെറുപ്പ്, മടുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറിയൊരു കമ്പാഷൻ ഫീൽ ചെയ്യും. അതായത് ചെറിയൊരു അനുകമ്പ അല്ലെങ്കിൽ ദയ. എന്തിനോടാണോ ഇദ്ദേഹത്തിന് ആ വിദ്വേഷം ഉള്ളത് അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സിലൊരു ചെറിയൊരു ദയയും കൂടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണും. ഡിസ്ഗസ്റ്റ് കാണിക്കുന്ന ഒരാളുടെ മുഖത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐബ്രോസ് നമുക്ക് ദേഷ്യത്തിനുള്ള പോലെ ഐബ്രോസ് കുറച്ച് താഴ്ന്നു നിൽക്കാറുണ്ട്. പക്ഷെ അത് കൂട്ടിമുട്ടാറില്ല. കുറച്ച് ഐബ്രോസ് കണ്ണിന്റെ ഏകദേശം അടുത്തായിട്ട് താഴ്ന്നു നിൽക്കും. ഐസ് നാരോ ആവാറുണ്ട്. അദ്ദേഹത്തിന്റെ കൃഷ്ണമണി ചെറുതായിട്ട് ഞെരുങ്ങും. അദ്ദേഹത്തിന്റെ മൂക്ക്, നോസിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ നോസ്, അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയ ചുളിവുകളും ഫ്ലയറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ചുണ്ട് മൂക്കിന്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് സ്ട്രെച്ച് ആവുന്നതും കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് വിദ്വേഷം, വെറുപ്പൊക്കെ ഉള്ള ഒരാളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മുഖത്ത് മിന്നിമാഞ്ഞു പോകുന്ന ഒരു എക്സ്പ്രഷനാണിത്, സർപ്രൈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാനും താല്പര്യമുള്ള ഒരു എക്സ്പ്രഷൻ. സർപ്രൈസ് വരുന്ന ഒരാളുടെ മുഖത്ത് ഒരുപാട് കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐബ്രോസ്, പുരിയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മുകളിലേക്ക് പൊങ്ങിയിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പുരിയവും അതുപോലെ തന്നെ കണ്ണിന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പും ഫീൽ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ കൺപീലികൾ, ഐലിഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുകളിലേക്കും താഴേക്കും സ്ട്രെച്ച് ആയിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഐസ് വളരെ വലുതായിട്ട് എൻലാർജ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വലുതാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾക്ക് ഒട്ടും തന്നെ ടെൻഷൻ കാണത്തില്ല, വളരെ ലൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ജോ ഡ്രോപ്പിംഗും സംഭവിക്കും. നമ്മൾ ഞെട്ടി വാ പൊളിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വാ പൊളിക്കാറുണ്ട്. പക്ഷെ ഇത് വളരെ പെട്ടെന്നാണ് ഒരാളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു എക്സ്പ്രഷനും നമുക്ക് കുറച്ച് പരിചിതമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇത് സാഡ്നെസ് ആണ്, വിഷമമാണ്. ഈ ഒരു എക്സ്പ്രഷന് തന്നെ ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴത്തേനും അത് ടയേർഡിൻ്റെയോ അല്ലെങ്കിൽ ബോറിങ്ങിൻ്റെയോ ഒക്കെ ഒരു എക്സ്പ്രഷനായിട്ട് വരും. സോ വിഷമം വരുന്ന ഒരാളുടെ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐബ്രോസ് രണ്ടും മുകളിലേക്ക് പുഷ് ചെയ്തിരിക്കും. നമ്മൾ ദേഷ്യം വരുമ്പോഴത്തേനും താഴേക്ക് പുഷ് ചെയ്യുമെന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുരിയങ്ങളുടെ ഐബ്രോസിൻ്റെ രണ്ട് എഡ്ജും കുറച്ച് മുകളിലേക്ക് പുഷ് ചെയ്ത് നിൽക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പീലുകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു തളർന്ന വാടിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഫോക്കസ് എല്ലാം താഴേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ മൗത്ത്, ചുണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് സ്ട്രെച്ച് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ താഴേക്ക് ഫോൾ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് എക്സ്ട്രീം സാഡ്നെസ് ആകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ജോയുടെ ഭാഗവും കീഴ്ത്താടിയും എല്ലാം കുറച്ച് താഴേക്ക് പോയിട്ട് വാ തുറക്കുന്ന ഒരു അവസ്ഥയും ചിലപ്പോൾ കരയാൻ വരെയുള്ള ടെൻഡൻസിയും സാധാരണ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഒക്കെ മുഖത്ത് വിഷമത്തിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ചുമ്മാ അവരുടെ അടുത്ത് പോയിട്ട് ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു റിലീഫ് ആയിരിക്കും. ഇനി നമുക്കൊരു ലൈവ് ഒരു ടെസ്റ്റ് നടത്തി നോക്കിയാലോ? ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് കാണിക്കാം. ഈ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ എൻ്റെ ലൈഫിൽ യൂസ് ആയ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴത്തേനും അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നോസ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരുപാട് ഫ്രണ്ട്സ് ഇത് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനത്തെ കുറേ ഡിസ്കസ്റ്റിൻ്റെ ഒക്കെ ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. സോ അപ്പം ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, ഓക്കെ ഇങ്ങനെ ചെയ്യുന്ന അത്ര ബെറ്റർ അല്ല. അപ്പം അതുകൊണ്ട് കാരണം ആ ടൈമിൽ ഞാനും നോസൊക്കെ എപ്പോഴും ഇങ്ങനെ കൈ കൊണ്ട് ക്ലിയർ ചെയ്യായിരുന്നു. പിന്നെ ഞാനും കർച്ചീഫ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ ആരുടെ മുന്നിൽ പോയാലും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അപ്പം തന്നെ കർച്ചീഫ് എടുക്കും. അപ്പം അവർക്ക് തന്നെ ഒരു ഓക്കെ അവരും ഭയങ്കര കംഫർട്ടബിളാണ്, നമ്മളും ഓക്കെയാണ്. സോ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മതി. കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര ഹൈജീൻ രാക്ഷസന്മാരൊക്കെ കാണും. ചെറിയ കാര്യങ്ങൾ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ ജസ്റ്റ് ഒന്നൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ ഇതിനെ ഉൾക്കൊള്ളുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ. ഒരാളുമായിട്ട് സംസാരിക്കുമ്പം നിങ്ങളൊരു ഓഫീസിലുള്ളവരാണെങ്കിലോ സെയിൽസ് പേഴ്സൺസ് ആണെങ്കിലോ ഡോക്ടേഴ്സ് ആണെങ്കിലോ ഒക്കെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചൊക്കെ ഒന്ന് പാലിച്ച് കഴിഞ്ഞാൽ, കുറച്ച് സൈക്കോളജി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരെ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റും, അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാനൊക്കെ പറ്റും. സോ ഇതിൻ്റെ ഒരുപാട് അഡ്വാൻസ്ഡ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.